ദൈവത്തിൻ്റെ ആത്മാവ് ചിലരോട് പ്രവചന ആത്മാവ് നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. ചില രോഗങ്ങളെ കർത്താവ് അഴിച്ചു മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ചില ബന്ധനങ്ങളിൽ നിന്ന് നിങ്ങളെ കർത്താവ് പുറത്തോട്ട് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഒരു മുട്ടയ്ക്കകത്തൊരു കോഴിക്കുഞ്ഞ് വിരിഞ്ഞ് ഹല്ലേലൂയ ആമേൻ ആമേൻ അത് ജീവനുള്ളതായി പുറത്തു വരുന്നത് പോലെ ചിലതിനെ മുട്ട പോലെ ആക്കി വെച്ചിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ജീവനുള്ള ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ തമ്പുരാൻ ഇന്ന് പകലിൽ ആഗ്രഹിക്കുന്നത് ഞാൻ ആത്മാമണ്ഡലത്തിൽ കാണുകയാണ്. ആത്മാവിൽ ദർശനമുള്ള ദൈവമക്കൾ ശക്തിയോടെ ആരാധിക്കുക. ചില രോഗാത്മാവിനെ കർത്താവ് അഴിച്ചു മാറ്റട്ടെ. ചില ശാപത്തിന്റെ മേൽ ദൈവത്തിന്റെ കരവർഷണം വെളിപ്പെടട്ടെ. ആത്മാവിൽ ചിലത് റസൈൻ ചെയ്യട്ടെ. പരിശുദ്ധാത്മാവ് ചിലത് റസൈൻ ചെയ്യട്ടെ. ഈ പൽക്കാലം നീതിയുടെ കരം നിന്റെ മേൽ. ഓ അതേ വൃത്തുത സഹോദര സഹോദരി ദൈവദാസന്മാരെ ദാസിമാരെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ വലിയ കരം വയ്ക്കാൻ പോകുന്നു. ആ കരം ദൈവത്തിന്റെ കരമാണ്. ആ കരം നിന്റെ മേൽ വയ്ക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ചില വിടുതൽ ഇറങ്ങി വരാൻ പോകുന്നു. ഇന്ന് പൽക്കാലം നിനക്കെതിരെ ഇട്ട പൂട്ടുകൾ, നിനക്കെതിരെ ഇട്ട ചില താഴുകൾ കർത്താവ് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിന്നെ അടച്ച ചില പൂട്ടുകൾ, നിന്നെ പൂട്ടിയിട്ട ചില റൂമുകൾ ദൈവാത്മാവ് തുറന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കേൾക്കപ്പെട്ടല്ലോ. ഹല്ലേലൂയ. നെബൂഖദ്നേസർ രാജാവിന്റെ തീക്കകത്തു കൂടി 4 പേര് നടക്കുന്നത് കണ്ടു. 3 ബാലന്മാരും ഈ ബാലന്മാര് വിളിക്കപ്പെട്ട ദൈവമായ ക്രിസ്തു രാജാവിന്റെ തീച്ചൂളക്കകത്ത് 4 പേര് കെട്ടഴിഞ്ഞ് നടക്കുന്നത് കണ്ടു. 1 2 3 4. Yes. ശക്തിയോടെ ആരാധിക്കുക. ഒന്ന് മിതിച്ചു പുറത്തു വരുന്ന ഒരു പകൽ, ഒരു മിതിവണ്ടിയായി പുറത്തു വരുന്ന ഒരു പകൽ. ഓ നിന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ നിന്നെ പാറ്റുവാൻ വരുന്ന ശത്രു, ആ പതരയാകുന്ന ശത്രുവിന്, പല്ലും നഖവും ഇല്ലാത്ത ശത്രുവിന് നിന്നെ തൊടാൻ കഴിയത്തില്ല. വൃത്തുത രഗനഘടകം റിവൽഖവനവൈഡേ മനാ റീവലവൈഡം മനകം രഗനം ഘടകം സുഡമാ രഗനെ വൈഡേ മനക രഗനം ഘടകം. ആത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഓ രക്തം ജയമെടുക്കുന്നു. ഇതിനകത്തൊരു വലിയ പവർ വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ പവർ വ്യാപരിക്കട്ടെ. എല്ലാ വായുകളും തുറന്ന് ആരാധിക്കാൻ വന്നവർ ദൈവമക്കൾ ആരാധിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രവചിച്ചില്ല എന്ന് പറഞ്ഞ് ആരും മൗനമായിരിക്കരുത്. ഈ പോൽക്കാലം ദൈവാത്മാവിൽ നിന്ന്, വചനത്തിൽ നിന്ന് നിങ്ങളോട് ആത്മാവ് പ്രവചനം അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വചനത്താൽ വരുന്ന ചില പ്രവചനങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് ഒന്നുകൂടി മിരുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി ചെത്തി പണിതുകൊണ്ടിരിക്കുകയാണ്. നല്ലതാക്കി കർത്താവ് മാറ്റുകയാണ്. നല്ല രൂപാന്തരമുള്ളവരായി. ഓ അളവുകളില്ലാത്ത സ്നേഹം യഹോവ നിങ്ങൾക്ക് നൽകുന്നു. നാഥന്റെ മാർവല്ലേ ചൂടനിക്ക്, നാഥന്റെ കൈയല്ലേ തണലെനിക്ക്, നാഥന്റെ മാർവല്ലേ ചൂടനിക്ക്, നാഥന്റെ കൈയല്ലേ തണലെനിക്ക്. കൊതിയേറുന്നേ അരികിൽ വരാൻ, തിരുപാദത്തിൽ കിടന്നിടുവാൻ. ഓ കൊതിയേറുന്നേ അരികിൽ വരാൻ, തിരുപാദത്തിൽ കിടന്നിടുവാൻ. നാഥന്റെ മാർബ് നിനക്ക് തണല, നാഥന്റെ മാർബ് നിനക്ക് ചൂടാ, നാഥന്റെ കൈ നിനക്ക് തണല, നാഥന്റെ മാർബ് നിനക്ക് ചൂട് തരികയാണ്. നിന്റെ ജീവനെ പിശാച് വശീകരിക്കുമെന്ന് പറയുമ്പോ ആ നല്ല നാഥന്റെ മാർബിടത്തിൽ ഒന്ന് ചാരിക്കോ. വൃത്തുത ആ നല്ല കർത്താവാകുന്ന യഹോവയുടെ മാർബിടത്തിൽ നീ ഒന്ന് ചാരിക്കോ. നാഥന്റെ മാർബ് നിനക്ക് ചൂടാണ്, നാഥന്റെ കൈ നിനക്ക് തണലാണ്. ഈ കൈക്കീഴിൽ നീ ശരണം പ്രാപിക്ക്, ബലമുള്ള കൈക്കീഴിൽ നീ ശരണം പ്രാപിക്ക്. യേശുവേ
നിനക്ക് തുല്യനായ യേശുവെപ്പോൾ ആരുമില്ലേ, യേശുവെപ്പോൾ ആരുമില്ലേ. വായിക്കാം 67-ാമത്തെ സങ്കീർത്തനം. സങ്കീർത്തനങ്ങൾ 67. വേഗത്തിൽ വേഗം വായിച്ചോ. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പുസ്തകം എഴുതി വച്ചിരിക്കുന്നതാണ്. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പുസ്തകത്തിനെ നീ താഴെ വയ്ക്കരുത്, നിന്റെ തലമേൽ നീ ചുമന്നിരിക്കണം. പുസ്തകം കരത്തിലേന്തി നീ കൊണ്ടു നടക്കണം. ഈ പുസ്തകത്തിന്റെ പേര് സത്യവേദ പുസ്തകം എന്നാണ്. നിനക്ക് വിരോധമായി നിന്റെ യാത്രയിൽ സത്യത്തിന് വിരോധമായി നിൽക്കുന്ന ചിലത് ഈ പുസ്തകം നിന്റെ കയ്യിലിരിക്കുമ്പോ ഈ പുസ്തകത്തിനകത്തിരിക്കുന്ന ചില ആയുധങ്ങൾ പുറത്ത് വെളിപ്പെടും. ഇതിനകത്ത് കൃപയുടെ ചില വാളുകളുണ്ട്, ശത്രുവിനെ വെട്ടുന്ന ചില വാളുകളുണ്ട്, ശത്രുവിനെ തകർക്കുന്ന ചില ആയുധങ്ങളുണ്ട്. ഇത് നിനക്ക് വിരോധമായി നിൽക്കുന്ന ചിലതിനെ വെട്ടും. ഹല്ലേലൂയ. വചനമാം വാളെടുത്ത് എതിർക്കുവീൻ എന്ന് പാട്ടുകാരൻ പാടുന്നു. ഹല്ലേലൂയ. അവൻ വായിച്ച ഭാഗം തന്നെ ഒന്നുകൂടി വായിക്കാം. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വായിക്കാം. അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിക്കുമാറാകട്ടെ. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ മുഖം നമ്മുടെ മേൽ പ്രകാശിക്കുമാറാകട്ടെ. എല്ലാ ദൈവമക്കളും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ ദൈവമക്കളും ചേർന്ന് പറ, ദൈവത്തിന്റെ മുഖം കർത്താവേ ഇന്ന് എന്റെ മേൽ പ്രകാശിക്കുമാറാകണമേ. ഹല്ലേലൂയ. ആമേൻ. എന്റെ കുടുംബത്തിലെ അംഗങ്ങളുടെ മേൽ പ്രകാശിക്കുമാറാകണമേ എന്ന് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. വായിക്കാം. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിന് തന്നെ ദൈവമേ ജാതികൾ നിന്നെ സ്തുതിക്കും. നമ്മൾ ജാതികളുടെ ഇടയിൽ സഞ്ചരിക്കുന്നവരാണ്. നമ്മൾ ഹല്ലേലൂയ ആമേൻ ഒരു നാരങ്ങ വെള്ളം കുടിക്കണമെന്ന് തോന്നിയാൽ ചിലപ്പോ ജാതികളുടെ കടകളിൽ നിന്ന് നമ്മൾ കുടിക്കേണ്ടത് വരും. ഹല്ലേലൂയ ആമേൻ ആമേൻ സ്തോത്രം. മനുഷ്യനായിരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികം ഇതൊക്കെ ചെയ്യേണ്ടത് വന്നു പോകും. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ആമേൻ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ ആമേൻ. ഭൂമിയിൽ സകല ജാതികളെയും കർത്താവിന് ശിഷ്യരാക്കിക്കൊള്ളുവാൻ പഠിപ്പിച്ച കർത്താവ്. അപ്പോൾ നമ്മൾ ജാതികളെ ഇടയിൽ ചെന്നിട്ട് ജീവിക്കുന്ന യേശുക്രിസ്തുവിന്റെ വഴിയെ വെളിപ്പെടുത്തി കൊടുക്കണം. ജീവിക്കുന്ന യേശുക്രിസ്തുവിന്റെ ഹല്ലേലൂയ ആമേൻ അനുഭവങ്ങളെ പറഞ്ഞു കൊടുക്കണം. ആ യേശു നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. അവൻ മറുവിലയായി വീണ്ടെടുത്തവനാണ്. അവന്റെ രക്ഷയെ നിങ്ങൾ കരസ്ഥമാക്കണമെന്ന് നമുക്ക് പറയുവാനുള്ള ചോൾസ് കർത്താവ് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്ത് നിന്നുകൊണ്ട് പറയുവാനുള്ള സോൾസ് തന്ന കർത്താവിനെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഹല്ലേലൂയ ആമേൻ. ജാതികളുടെ ഇടയിലേക്ക് നീ ഇറങ്ങി ചെല്ലുമ്പോ അവരോടൊപ്പം ഹല്ലേലൂയ നടക്കുവാനല്ല യേശു പറഞ്ഞത്, അവരെ കർത്താവിന്റെ ശിഷ്യരാക്കി കൊള്ളുവാൻ യേശു പറഞ്ഞു. ജാതികളോടൊപ്പം നീ ജീവിക്കുവാൻ പറഞ്ഞില്ല, അവരെ കർത്താവിന്റെ ശിഷ്യരാക്കി കൊള്ളുവാൻ യേശു പറഞ്ഞു. കാരണം എന്തെന്നറിയാമോ? യേശുവിന്റെ മാർഗത്തിലേക്ക് നടക്കുന്ന അവന്റെ നല്ല അനുഭവങ്ങൾ പ്രാപിക്കപ്പെട്ട് അവന്റെ ആത്മാവിനെ പ്രാപിച്ച് ഹല്ലേലൂയ വിശുദ്ധ സ്നാനപ്പെട്ട് ദൈവ വഴികളിൽ നടക്കുന്ന ദൈവവൈതലേ, നീ ചെന്ന് ജാതികളുടെ ഇടയിൽ യേശുവിനെ കുറിച്ച് പറയുവാനായി യേശു പറഞ്ഞത് അവരോടൊപ്പം ചേരുവാനല്ല, അവരുമായി സമ്പർക്കമുണ്ടാകുവാനല്ല, അവരിയ്ക്കുന്നിടത്ത് ഇരിക്കുവാനല്ല, ദൈവസന്നിധിയിൽ അവരെ നേടിയെടുക്കുവാൻ പറഞ്ഞു കർത്താവ്. എന്താ കാരണമെന്നറിയാമോ? നിന്റെ മേൽ വെളിപ്പെട്ടിരിക്കുന്ന ആത്മാവ് അത് ഇരുട്ടിൽ പ്രകാശിക്കുന്ന ദൈവശക്തി ആയതുകൊണ്ട്. ഹല്ലേലൂയ. സത്യവേദ പുസ്തകത്തിനകത്തുനിന്ന് വെളിപ്പെട്ടു വന്ന ആത്മാവിന്റെ വെളിച്ചമായിരിക്കുന്നത് കൊണ്ട് ഈ വെളിച്ചം ഒരിടത്തും മറഞ്ഞിരിക്കുന്നില്ല. ഇത് തണ്ടിൻ മീകളിലാണ് ഇരിക്കുന്നത്. ഇത് പറയും കീഴല്ല. വിളക്ക് കൊളുത്തി പറയും കീഴ് വയ്ക്കുവാൻ പറഞ്ഞില്ല, തണ്ടിൻ മുകളിൽ വയ്ക്കുവാൻ പറഞ്ഞു. ഉയർന്നിരിക്കട്ടെ എന്ന് കൽപ്പിക്കുമാറാക്കിയതിന് ഒരുപാട് അർത്ഥമുണ്ട്. അത് മറവിക്ക് വെളിപ്പെടുത്തണ്. അത് സകലരും കാണാറ്, സകലരും കാണാണ്, സകലരും കണ്ട വെളിച്ചമുണ്ടെന്നറിഞ്ഞ് ഈ വെളിച്ചത്തിലേക്ക് സകലരും കടന്നു വരേണ്ടതിന് അത് മറഞ്ഞിരിക്കുവാൻ പാടില്ല എന്ന് തിരിച്ചറിഞ്ഞ കർത്താവ് വിളക്ക് കൊളുത്തി തണ്ടിൻ മുകളിൽ വയ്ക്കുവാൻ പറഞ്ഞു. അത് പറയും കീഴ് വയ്ക്കരുത്, എങ്കിൽ മറഞ്ഞിരിക്കുമെന്ന് മറനീക്കി വയ്ക്കുവാൻ കൽപ്പിക്കുമാറാക്കിയ യേശുവിന്റെ നാമം ധരിക്കപ്പെട്ട്
കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, ഇന്ന് കാലം ആത്മാവിൽ നീ കരമടിച്ച് ദൈവത്തെ സ്തുതിക്ക്. നീ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിന്റെ വീട്ടിനകത്ത് തറയ്ക്കപ്പെട്ട ചില ബന്ധനങ്ങൾ, നിന്റെ വീട്ടിൽ കെട്ടപ്പെട്ട ചില രോഗികൾ കർത്താവ് അഴിച്ചു പുറത്തെടുക്കാൻ പോവുകയാണ്. അധരങ്ങൾ ചലിക്കട്ടെ, എല്ലാ വായുകളും ചലിക്കട്ടെ. ഈ പൽക്കാലം കടന്നു വന്ന ദൈവമക്കൾ ആരും മൗനമായി ഇരിക്കരുത്. നിങ്ങളുടെ വായുകൾ തുറക്കുക, വായുകൾ തുറക്കുക. ആത്മാവിന്റെ അച്ചാരത്താൽ നിങ്ങളെ കർത്താവ് നിറയ്ക്കാൻ പോകുന്നു. എന്താ ഭാരം, എന്താ പ്രശ്നം? ദൈവസന്നിധിയിൽ ഏറ്റുപറ, ഏറ്റുപറ. കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങളുടെ ഭാരം കർത്താവിലേക്ക് ഇറക്കി വയ്ക്കുവാൻ. യേശുവിന്റെ നാമത്തിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച സകലത്തിലെയും മതിയായവനായ കർത്താവ് ഇന്ന് പൽക്കാലം നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. നമ്മുടെ നടുവിൽ അവൻ വന്നിരിക്കുക. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. സ്തോത്രം ചെയ്യുന്നു. അന്നിയോടെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ പോൽക്കാലം ദൈവ പൈതലെ ഒരു കാര്യം മനസ്സിലാക്കണം. യേശുവിന്റെ രക്ഷ നീ പ്രാപിച്ച, യേശുവിന്റെ വഴികളിൽ നടന്ന സഹോദരൻ പറഞ്ഞത് കേട്ടു. തന്റെ വീട്ടിന്റെ കോമ്പൗണ്ടിൽ കയറാതെ തന്റെ അതിർ കെട്ടിയതിനപ്പുറത്ത് ഒരു വലിയ പാമ്പ് കിടന്നെന്ന്. ആ പാമ്പ് കിടക്കുന്നതിന് മുമ്പ് ദൈവാത്മാവ് പറഞ്ഞു എന്നോട്, അല്ലല്ലേ, ദൈവാത്മാവ് പറഞ്ഞു ആ കോമ്പൗണ്ടിന്റെ കല്ലുകെട്ടിന്റെ ഭാഗത്ത് ഒരു പാമ്പുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാരോടൊക്കെ പറയാൻ ഞാൻ മെഡിക്കും. കാരണം അറിയാമോ, എല്ലാവരും പാമ്പിനെ കണ്ട് പേടിച്ചു പോകുന്നവരാ. ഹല്ലേലൂയ, വൃത്തുത. ഹല്ലേലൂയ, നിന്റെ നിഴല് കൊണ്ട് ആ പാമ്പ് തലയടിച്ച് ചാകുമെന്ന് എല്ലാവരും പറയും. പാമ്പ് തലയടിച്ച നിനക്ക് ശാപം പിടിക്കുമെന്ന്. എന്നാ ശാപം? ഒരു ശാപവും നിനക്കില്ല. നിന്നെ കണ്ടാൽ അവൻ തകരണം. ഹല്ലേലൂയ, വചനം പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ അധികാരം തന്നവന്റെ മുമ്പിൽ ശാപം എവിടെ? എന്തോ ശാപം? കാരണം കൂടാത്ത ശാപം നിനക്ക് വലിക്കുകയില്ല. നിന്റെ ശത്രുവാകുന്ന ലൂസിഫറിനെ നീ സ്നേഹിക്കണ്ട. നിന്റെ ശത്രുവാകുന്ന നിന്നെ തകർക്കുവാൻ നടക്കുന്ന ദുഷ്ടനെ നീ സ്നേഹിക്കണ്ട. ഈ ദുഷ്ടശക്തികൾ നമ്മൾ പാലും പഞ്ചാരയും കൊടുക്കേണ്ട കാര്യമില്ല. ഒരു കാലഘട്ടത്തിൽ നമ്മൾ കുടുംബം പാലും പഞ്ചാരയും കൊടുത്ത ഒരു കുടുംബമാണ്. അന്നിയോടെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്ന ഒരിക്കൽ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഒരു മാമൻ താമസിക്കുന്നതിന്റെ അടുക്കൽ ഹല്ലേലൂയ ആമേൻ സിനിമപ്പുരയിൽ ഹല്ലേലൂയ ഫിലിം പ്രദർശനം ചെയ്ത് പടമോട്ടിക്കുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരൻ ഒരിക്കൽ ഹല്ലേലൂയ ആമേൻ ഒരു സ്ഥലത്തേക്ക് കടന്നുപോയി. ആ സ്ഥലത്ത് ഞങ്ങൾ പോകുന്ന ഹല്ലേലൂയ ക്ഷേത്രമാണ്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, സ്തോത്രം. ഞങ്ങളുടെ ഫാമിലിയൊക്കെ പോകുന്ന സ്ഥലമാണ്. അവിടെ കടന്നു പോകുമ്പോൾ ആ ഹല്ലേലൂയ ആമേൻ, ആമേൻ, സ്തോത്രം. അവിടുത്തെ ഹല്ലേലൂയ പുള്ളിക്കാരൻ പറഞ്ഞു, നാളെ ഈ സഹോദരൻ കാണത്തില്ല എന്ന് പറഞ്ഞു. ഒരു രസകളി പഴമെടുത്തവന് കൊടട എന്ന് പറഞ്ഞു. അകത്തുനിന്ന് രസകളി പഴമെടുത്ത് കൊടുത്തു വിട്ടു. ഹല്ലേലൂയ, ആമേൻ. ആളിനെ അറിയാമോ? ആ, സ്തോത്രം. ഹല്ലേലൂയ, രക്തത്താൽ ജയമെടുക്കുന്നു. പിറ്റേ ദിവസം മരം വെട്ടാൻ ചെന്ന് കയറിയതും മാളത്തിനകത്തിരുന്ന പാമ്പിറങ്ങി വന്ന് കടിച്ചങ്ങ് ചത്ത്. ഹല്ലേലൂയ പറ, ഹല്ലേലൂയ പറ, ഹല്ലേലൂയ പറ. ഇവിടെ സാക്ഷ്യമില്ലാത്ത ഒരു കാര്യവും പറയത്തില്ല കേട്ടോ. ഈ കൂട്ടായ്മയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ സാക്ഷ്യമില്ലാത്ത സാരി കൊടുത്ത്, ചുരിദാർ കൊടുത്ത്, മുട്ടായി കൊടുത്ത്, ചോക്ലേറ്റ് കൊടുത്ത് ഇതൊന്നും പറയുന്ന പരിപാടി ഇവിടെ ഇല്ല. അനുഭവിച്ചതിന് ശേഷം മാത്രമേ പറയാവൂ. ഞാൻ പറയട്ടെ, ഇതിനു വേണ്ടി അല്ല ദൈവം നിന്നെ ഭൂമിയിൽ സൃഷ്ടിച്ചത്. 70-80 വയസ്സ് വരെ ജീവിച്ച് നീ ഭാഗ്യവാനായി ഭൂമിയിലിരുന്ന് ജീവിക്കുന്ന യേശുവിന്റെ സാക്ഷിയായി ഹല്ലേലൂയ നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിച്ച് ആ ജോഷുവ ഭക്തൻ പറഞ്ഞതുപോലെ ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ ഭക്തനോട് ചേർന്ന് കൊണ്ട് ഇന്ന് പൽക്കാലം കടന്നു വരുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. ഓ, ജീവിതത്തിലെ ഹല്ലേലൂയ തിരമാലകൾ അടിച്ചു കയറുന്നത് പോലെ അടിച്ചു കയറി വരുന്ന ആ മഹാലിബ്യാതാന്റെ ശക്തിയെ, ആ മഹാസർപ്പത്തിന്റെ ശക്തിയെ നിന്റെ കുടുംബത്തിൽ നിന്ന് തുടച്ചു മാറ്റ്. നിന്റെ കുടുംബത്തിൽ നിന്ന് തുടച്ചു മാറ്റ്. ഈ ശാപം നിന്റെ മേൽ കിടക്കരുത്. ഈ ബന്ധനം നിന്റെ മേൽ കിടക്കരുത്. ശക്തിയോടെ പ്രാർത്ഥിക്കുക, ശക്തിയോടെ പ്രാർത്ഥിക്കുക, ശക്തിയോടെ പ്രാർത്ഥിക്കുക, ശക്തിയോടെ പ്രാർത്ഥിക്കുക. എല്ലാവരോട് ആത്മാവ് ദൂത് കൈമാറാൻ പോവുക. ആത്മാവ് ദൂത് കൈമാറാൻ പോവുക. ചില പുതിയ സാമ്പത്തിക നന്മകൾ ചില കുടുംബങ്ങൾക്കകത്ത് കയറി വരുന്ന അവസ്ഥ ഞാൻ കാണുകയാണ്. ചില ഭവനങ്ങളുടെ അഴിച്ചുപണികൾ നടക്കാൻ പോകുന്നു. ചില ഭവനങ്ങൾ പുതുക്കിപ്പണികൾ, ചില ഭവനങ്ങളുടെ മുകളിൽ റൂം എടുക്കുന്ന കാഴ്ച ആത്മാവിനെ കാണിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന ദൈവജനം പ്രാർത്ഥിച്ച് തുടങ്ങിക്കോ.
ആരാധിക്കും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഓ കുപ്പയിൽ കിടന്ന നിന്നെ സിംഹാസനത്തിരുത്തുമാറാക്കുന്നവൻ, ഓ പൊടിയിൽ കിടന്ന നിന്നെ മഹിമാ സന്നിധിയിലാക്കുന്നവൻ ഇന്ന് കാലം മഹിമയുള്ളവനാക്കി മാറ്റാൻ യേശു തയ്യാറെടുത്തൂടെ വന്നിട്ടുണ്ട്. ആ യേശുവിലേക്ക് വരുന്ന ദൈവ പൈതലെ, നീ ആരാധിക്കുമ്പോൾ വിടുതൽ നടന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ വേഗത്തിൽ കടന്നു വരാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. 1-2 അധ്യായങ്ങളിലേക്ക് കടന്നു പോകണമെന്നുണ്ട്. ഹല്ലേലൂയ, ടൈം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരുന്നു. വായിക്കാം. സകല ജാതികൾ നിന്നെ സ്തുതിക്കും. എപ്പോഴെന്നറിയാമോ? നീ കുറവില്ലാത്തവനായി, വാട്ടമില്ലാത്തവനായി, കോട്ടമില്ലാത്തവനായി ദൈവത്തിന്റെ മുമ്പിൽ നുകർന്നു നിൽക്കുമ്പോ. കൂനിയിരിക്കുന്നവനെ നുകർത്തി നിർത്തുന്ന കർത്താവാണ് യേശു കർത്താവ്. നമ്മളിൽ കുറവ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നുകരുവാൻ ഒരിക്കലുമേ പറ്റത്തില്ല. ശത്രു നമ്മുടെ തോളിൽ, നമ്മുടെ മുതുപത്ത് ഭാരം വെച്ചിട്ട് നിന്നെ കുനിച്ചു നിർത്ത്. അതിനാണ് പെന്തക്കോസ്തുകാർ പറയുന്നത്, ദൈവത്തിനുള്ളത് ദൈവത്തിന്, കൈസർക്കുള്ളത് കൈസർക്ക്. ഹല്ലേലൂയ, മനസ്സിലായോ? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ളിടത്ത് പോയാൽ നിന്നെ പിടിച്ചു നിർത്തി ചിലത് വാങ്ങ്. പെന്തക്കോസ്തുകാർ ആ ശീലം പഠിച്ചിട്ടില്ല. പെന്തക്കോസ്തുകാരുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ. ഈ പുസ്തകം പറഞ്ഞു തരുവാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. അത് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന സകലരുടെയും കയ്യിൽ ഈ പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിനകത്ത് നിന്നുകൊണ്ട് പഠിക്കുന്ന ഏത് പഠനങ്ങൾ നീ അനുസരിക്കുന്നോ അത് നിനക്ക് പാഴായി കിടക്കുന്നതിനെ നന്മയാക്കി മാറ്റാൻ പോകുന്നു. പാഴായി കിടന്ന ചിലതിനെ ഈ പുസ്തകത്തിന്റെ അക്ഷരത്തിന്റെ അർത്ഥത്താൽ, ഈ പുസ്തകത്തിൽ കൂടി വന്ന ആത്മാവിന്റെ ഒഴുക്ക് കൊണ്ട്, ആത്മാവിന്റെ വെളിപ്പാട് കൊണ്ട് നഷ്ടത്തെ ലാഭമാക്കി മാറ്റാൻ പോകുന്നു. നിന്റെ ജീവിതത്തിൽ കണ്ണുനീരിനെ നൃത്തമാക്കി മാറ്റി, ഹല്ലേലൂയ, ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റി ദൈവം നിന്റെ കുടുംബത്തിൽ സമൃദ്ധി തരാൻ പോകുന്നു. ഇന്നലെ വരെ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തത്, ഇന്ന് വല്ലല് കഴിഞ്ഞ നിമിഷം വരെ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തത്, അതേ വൃത്തുത നിന്റെ കുടുംബത്തിൽ അത് അക്കൗണ്ടായി തുറക്കാൻ പോകുകയാണ്. അത്ര പൂട്ടിയിട്ട ചില പൂട്ടുകളെ പൊളിച്ചുകൊണ്ട് ദൈവം നിന്നെ അകത്തേക്ക് പ്രവേശിക്കാൻ പോകുന്നു. എല്ലാവരും ആരാധിക്കുക. ബന്ധനങ്ങൾ തകരുകയാണ് കേട്ടോ. മന്ത്രവാദങ്ങൾ തകരുകയാണ് യേശുവിന്റെ നാമത്തിൽ. ദൈവ മക്കൾക്ക് വിരോധമായി ചലിക്കുന്ന നിന്റെ നല്ല നടപ്പിന്, നിന്റെ നല്ല ജീവിതത്തിന്, നിന്റെ നല്ല ആരോഗ്യത്തിന്, നിന്റെ തലമുറയുടെ ഭാവിക്ക്, നിന്റെ തലമുറയുടെ ജോലിക്ക്, നിന്റെ തലമുറയുടെ യാത്രയ്ക്ക് വിരോധമായി ചലിക്കുന്ന ചില ലൂസിഫറിന്റെ കണം ഇന്ന് പൽക്കാലം തകരുകയാണ്. ആത്മാവിൽ തകരുകയാണ്, തകർന്നു വീഴുകയാണ്. എല്ലാവരും ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചോട്ടെ. ആത്മാവിന്റെ ഉണർവിൽ ആരാധിച്ചോ. രക്ഷിപ്പാൻ കഴിയാത്തവന്റെ കരത്തിനുള്ളിലല്ല, രക്ഷിപ്പാൻ മതിയായവന്റെ കരത്തിനുള്ളിലാണ്. വാഗ്ദത്തം ചെയ്തവൻ വാക്ക് മാറുകയില്ല. അല്ല, കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ കാലം വചനമായ ശക്തി, വചനമാകുന്ന ശക്തി ചില ബന്ധനങ്ങളെ തകർക്കുന്നുണ്ട്, ചില ബന്ധനങ്ങളെ തകർക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ തലവേദനയുടെ ഭാരം കൊണ്ട് വളരെ വളരെ നെടുവീർപ്പിട്ട് ഇതിനകത്ത് രോഗം അനുഭവിച്ച ചില കുടുംബങ്ങളെ കർത്താവ് വിടുവിക്കുകയാണ്. ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ തൊഴിലിലെ നന്മ അടയ്ക്കുന്ന ചില കെട്ടുകളെ കർത്താവ് അഴിക്കുകയാണ്. നിന്റെ തലമുറകളെ രോഗിയാക്കി തീർക്കുന്ന ചില ബന്ധനങ്ങളെ കർത്താവ് അഴിക്കുകയാണ്. നിന്റെ വിദേശ നന്മയെ അടയ്ക്കുന്ന ചില ബന്ധനങ്ങളെ കർത്താവ് അഴിക്കുകയാണ്. വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ തടയായി നിൽക്കുന്ന തേർവാഴ്ചകളെ കർത്താവ് അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു. തൽക്കാലം പരിശുദ്ധാത്മാവ് അതിശക്തിയോടെ ദൈവ സഭയ്ക്കകത്ത് റിലീസ് ആകുകയാണ്. ഇന്നലെ വരെ നീ സഭയുടെ പേര് പറഞ്ഞ്, സംഘടനയുടെ പേര് പറഞ്ഞ് നിന്റെ ജീവിതം മടുത്ത് മെന്റൽ ഹോസ്പിറ്റൽ നിനക്ക് അവയമായി മാറിയെങ്കിൽ, അതേ സഹോദര, അതിനെ അഴിക്കുന്ന ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവൻ യഹോവ. തോറ്റവരുടെ നിലവിളി അല്ല, ജയിച്ചവരുടെ ആർപ്പുവിളി മുഴങ്ങി കേൾക്കട്ടെ. തോറ്റവരുടെ നിലവിളിയല്ല, ജയിച്ചവരുടെ ആർപ്പുവിളി മുഴങ്ങുന്ന വകക്കാലമാണ്. നീ തോറ്റവനെ അല്ല ആരാധിക്കുന്നത്, മൺമറഞ്ഞു പോയവനെ അല്ലേ ആരാധിക്കുന്നത്. അല്ല, ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുമ്പോ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന സഹോദര സഹോദരി മൗനമായിരിക്കരുത്. നല്ല രാമയം പറഞ്ഞാട്ട്, നല്ല രാമയം പറഞ്ഞാട്ട്.
ഞാൻ ആ വചനത്തിന്റെ ഇത്തരയുടെ ആഴത്തിലേക്ക് വന്ന് നിങ്ങളോട് ചില ദൂത് കൈമാറി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമം ജയമെടുക്കുകയാണ്. യേശുവിന്റെ നാമം ജയമെടുക്കുന്നു. പഠനശാലകളിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഒരു പുസ്തകം മേടിച്ചിട്ട് ആ പുസ്തകങ്ങളിൽ നിന്നുകൊണ്ട് നിനക്ക് ചിലത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പക്ഷേ ആത്മാവിൽ രചിക്കപ്പെട്ട പുസ്തകത്തിൽ നിന്ന് ചിലത് പറഞ്ഞ നിനക്ക് മനസ്സിലാകും. നിന്നെ മനസ്സിലാക്കുന്നതിന് വിരോധമായി നിൽക്കുന്ന ചിലത് ആത്മാവിന്റെ തീക്കകത്ത് തകരുമ്പോ ജനത്തിന് ചിലത് മനസ്സിലാകും. ആത്മാവിൽ ചിലത് മനസ്സിലാകും. ആത്മാവ് എഴുതപ്പെട്ട പുസ്തകം, ആത്മാവിൽ രചിക്കപ്പെട്ട പുസ്തകം, ജീവന്റെ പുസ്തകം, ജീവനുള്ള പുസ്തകം, അത് പരിശുദ്ധനായ ദൈവം എഴുതിയത്, ആത്മാവിൽ എഴുതിയത്. സ്തോത്രം പറ, സ്തോത്രം പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനിയോടെ ദൈവത്തിന് സ്തോത്രം. എന്താ ഇതിനകത്ത് ഓപ്പറേഷൻ വേണമെന്ന് പറയുന്ന രോഗം മാറുന്ന കാരണമെന്നറിയാമോ? ഇത് ദൈവം വിളിക്കപ്പെട്ടിടം. ഇത് സംഘടനയുടെ പേര് കൊണ്ട് തന്നതല്ല, ഇത് ഹൃദയത്തിന്റെ ശുദ്ധി കൊണ്ട് തന്നതാ. ദൈവം അതിനെ അങ്ങ് മാനിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒന്ന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല കേട്ടോ. ദൈവത്തിന് വേണ്ടി നീ അങ്ങ് നിന്നുകൊട്. ദൈവം നിന്നെ ഇടപെടട്ടെ, നിന്നിൽ ഇടപെടട്ടെ. വിലയാമിനെ രക്ഷിക്കുവാൻ കഴുതയിൽ കൂടി സംസാരിക്കുമാറാക്കിയ ദൈവത്തിന് നിന്നെയും രക്ഷിക്കുവാൻ പദ്ധതിയുണ്ട്. ഈ പോൽക്കാലം ഹല്ലേലൂയ ഞാൻ ആ വചനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. വായിക്കാം. ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ച് ഉല്ലസിക്കട്ടെ. ദൈവമക്കളെ, നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചിട്ട് നമ്മളിപ്പോ 4 പേരൊരു ജോലി സ്ഥലത്ത് കൂടുമ്പോൾ ചില കളിയും തമാശയും പറഞ്ഞ് സന്തോഷിക്കുന്നതല്ല. അത് ലാസ്റ്റ് വലിയ കലകത്തിൽ ചെന്ന് അവസാനിക്കുക. ഈ സന്തോഷം അങ്ങനെയല്ല. കരഞ്ഞുകൊണ്ടിരിക്കുന്നവനെ ചിരിപ്പിക്കുന്ന സന്തോഷം, ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നവനെ നൃത്തം ചെയ്യിപ്പിക്കുന്ന സന്തോഷം. ഹല്ലേലൂയ. മരണത്തിനു വേണ്ടി കാത്തിരിക്കുന്നവനെ മരണക്കെട്ടഴിച്ച് പുറത്തു കൊണ്ടുവരുന്ന സന്തോഷമാണ് ഈ വചനത്തിൽ കൂടി വരുന്ന സന്തോഷം. ഈ സന്തോഷത്തിന്റെ പ്രത്യേകത ഹല്ലേലൂയ, നിനക്ക് എന്തോ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയതിനേക്കാൾ വലിയ ഒരു സന്തോഷം. ഈ സന്തോഷം പ്രാപിക്കുവാനാണ് ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും ഇന്നിവിടെ കടന്നു വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. വായിക്കാം, താഴോട്ട് വായിക്കാം. ഈ വംശങ്ങളെ നേരോടെ വിധിച്ച് ഭൂമിയുടെ ജാതികളെ ഭരിക്കുന്നുമല്ലോ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികൾ നിന്നെ സ്തുതിക്കും. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, സ്തോത്രം. ഈ മഹത്വം നമ്മൾ ഏറ്റെടുക്കണം. ജാതികളുടെ ഇടയിൽ നിങ്ങൾ കടന്നു പോകുന്നവരാണ്. നിങ്ങൾ അടുത്ത നിമിഷം, ഇവിടെ ഇനി ചില നിമിഷം കഴിയുമ്പോൾ നമ്മൾ ആശീർവാദത്തോടെ പിരിയും. ഇത് കഴിയുമ്പോൾ നിങ്ങൾ ജാതികളുടെ ഇടയിൽ കടന്നു പോകും. ജാതികളുടെ ഇടയിൽ കടന്നു പോകുമ്പോൾ കളി പറയുന്നവനോട് കളി പറയുകയല്ല, അവനോട് നീ സുവിശേഷത്തിന്റെ വിത്ത് വിതരണം. നല്ല സുവിശേഷം പറയാൻ തയ്യാറാകണം. അങ്ങനെ നിങ്ങൾ പറയാൻ തയ്യാറായാൽ നിങ്ങൾ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, നിങ്ങളിൽ കൂടി ജാതികളും അനുഗ്രഹിക്കപ്പെടും. നല്ല ഫലമുള്ളവരായി മാറുവാൻ കർത്താവ് നിങ്ങളെ ധന്യരാക്കട്ടെ എന്ന് ഞാൻ ആഴമായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, നമ്മളെ ഹല്ലേലൂയ ആലയത്തിൽ ഹല്ലേലൂയ നമുക്ക് പരസ്യ യോഗം നടത്തുവാനൊക്കെ ഉപകരണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 5000 ട്രാക്ടറുകൾ ഇടിച്ച് ഹല്ലേലൂയ ദേശങ്ങളിൽ പലയിടത്തും കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, സ്തോത്ര. സൗണ്ട് സിസ്റ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ടീമായ ഒരു പ്രവർത്തനത്തിന് വേണ്ടി വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വേലയുടെ വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആലയങ്ങളുടെ കെട്ടുപണിക്ക് വേണ്ടി, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ശക്തിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അനേക സഹായകരങ്ങളോട് ദൈവാത്മാവ് ഇടപെടുവാൻ, വേലയ്ക്ക് വേണ്ടി സഹായിക്കേണ്ടതിനായി ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ദൈവാത്മാവിൽ ഞാൻ ആലോചന പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും എഴുന്നേൽക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.